പഞ്ചദശി 15-ാം അധ്യായം. ബ്രഹ്മാനന്ദത്തിൽ വിഷയാനന്ദ പ്രകരണം. ഓഡിയോ ബുക്ക് തുടരുന്നു. ബ്രഹ്മജ്ഞാനജന്യങ്ങളായ ആനന്ദങ്ങളെക്കുറിച്ചാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. ബ്രഹ്മജ്ഞാനമില്ലാതെ തന്നെ അനുഭവിക്കുന്ന സുഖങ്ങളാണല്ലോ വിഷയസുഖങ്ങൾ. ലൗകികങ്ങളായ ആഗ്രഹങ്ങൾ നേടി ഭോഗസാമഗ്രികൾ സഞ്ചയിച്ച് അനുഭവിക്കുന്ന സുഖമാണ് ലൗകിക സുഖം. ഈ സുഖം പോലും ബ്രഹ്മസുഖത്തിൻ്റെ അംശമാണെന്ന് അറിയേണ്ടതാണ്. വേദം തന്നെ ഇതിനും പ്രമാണം. ബ്രഹ്മസ്വരൂപം അഖണ്ഡൈകരസാത്മകമായ പരമാനന്ദമാണ്. സകല ഭൂതവർഗങ്ങളും ഈ ആനന്ദത്തിൻ്റെ അംശങ്ങളെ ഉപജീവിക്കുന്നുവെന്നാണ് ശ്രുതി പ്രസ്താവം. 3 തരം മനോവൃത്തികൾ: ശാന്തം, ഘോരം, മൂഢം എന്നിങ്ങനെ മനോവൃത്തികൾ 3 വിധമാണ്. നിസ്സംഗത്വം, സഹനശക്തി, ഔദാര്യം മുതലായവ മനസ്സിൻ്റെ ശാന്തവൃത്തികളാണ്. ഘോരങ്ങളായ ചിത്തവൃത്തികളാണ് തൃഷ്ണ, മമത, രാഗലോഭങ്ങൾ, സമ്മോഹം, ഭയം തുടങ്ങിയവ മൂഢവൃത്തികളും. ബ്രഹ്മസ്വരൂപവും മനോവൃത്തികളും. സച്ചിദാനന്ദമാണ് ബ്രഹ്മസ്വരൂപം. ബ്രഹ്മസ്വരൂപത്തെ പ്രതിഫലിപ്പിച്ചു കാണിക്കുന്നവയാണ് മനോവൃത്തികൾ. ആശ്രയത്തിൻ്റെ സ്വഭാവമനുസരിച്ചിരിക്കും പ്രതിഫലനത്തിൻ്റെ വ്യക്തത. ആശ്രയം മലിനമാണെങ്കിൽ പ്രതിബിംബം മങ്ങിയിരിക്കും. ആശ്രയം നിർമ്മലമാണെങ്കിൽ പ്രതിബിംബം ഏറെക്കുറെ ബിംബത്തെപ്പോലെ തന്നെ നിർമ്മലമായിരിക്കും. ബ്രഹ്മപ്രതിബിംബാശ്രയങ്ങളായി മേൽ കാണിച്ച ചിത്തവൃത്തികളിലെല്ലാം ഒരുപോലെ പ്രകാശിക്കുന്നത് ബ്രഹ്മത്തിൻ്റെ ജ്ഞാനസ്വരൂപമാണ്. ജ്ഞാനസ്വരൂപമെന്ന് പറയുമ്പോൾ സത്താസ്വരൂപം അതിലന്തർഭവിക്കുന്നുവെന്ന് കാണേണ്ടതാണ്. ജ്ഞാനം സത്തയോടുകൂടാതെ സാധ്യമല്ലല്ലോ. ബ്രഹ്മസ്വരൂപമായ ആനന്ദമാകട്ടെ മനസ്സിൻ്റെ ശാന്തവൃത്തികളിൽ മാത്രമേ പ്രതിബിംബിച്ചു കാണുന്നുള്ളൂ. ശാന്തവൃത്തികൾ സത്താജ്ഞാനങ്ങളെ ഏകീഭവിപ്പിച്ചുകൊണ്ട് ആനന്ദത്തെയും പ്രതിഫലിപ്പിക്കുമ്പോൾ മറ്റ് 2 ചിത്തവൃത്തികളും സത്താജ്ഞാനങ്ങളെ മാത്രമേ പ്രകാശിപ്പിക്കുന്നുള്ളൂ. ബിംബമായ ആത്മസത്ത ആശ്രയങ്ങൾക്കനുസരണമായി ഓരോന്നിലും അതാതിൻ്റെ രൂപം കൈവരിക്കുന്നു. വ്യാസഭഗവാൻ ബ്രഹ്മസൂത്രം 3-ാം അധ്യായം 2-ാം പാദം 18-ാം സൂത്രത്തിൽ ഇക്കാര്യം വിശദമാക്കുന്നു. ജലപാത്രങ്ങളിലെ സൂര്യപ്രതിബിംബങ്ങളോട് ഈ പ്രക്രിയയെ ഉപമിക്കുകയും ചെയ്യുന്നു. ഒരേ സൂര്യൻ അനേകം ജലപാത്രങ്ങളിൽ പ്രതിബിംബിക്കുന്നുവെന്ന് കരുതുക. പാത്രങ്ങളിലെ വെള്ളം കലങ്ങിയതാണെങ്കിൽ പ്രതിബിംബവും കലങ്ങിയിരിക്കും. വെള്ളം പരിശുദ്ധമാണെങ്കിൽ പ്രതിബിംബവും പരിശുദ്ധമായിരിക്കും. വെള്ളത്തിന് ഇളക്കമുണ്ടെങ്കിൽ പ്രതിബിംബത്തിനും ഇളക്കമുണ്ടെന്ന് തോന്നും. എന്തിന്? ആശ്രയശുദ്ധിയോ ആശ്രയദോഷമോ എന്തായാലും അത് പ്രതിബിംബത്തിലും കാണാറാകും. സകല ഭൂതവർഗങ്ങളിലും കുടികൊള്ളുന്ന ആത്മാവ് ഒന്നുതന്നെ. പക്ഷേ വിവിധ ജഡദൃശ്യങ്ങളുമായി ചേരുമ്പോൾ ദൃശ്യങ്ങളുടെ പ്രത്യേകതകളൊക്കെ ആത്മാവിനും ഉള്ളതുപോലെ തോന്നാൻ ഇടവരുന്നു. അലയടിക്കുന്ന വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന ചന്ദ്രനെപ്പോലെ ആത്മാവ് ഒന്നായും അനേകമായും കാണപ്പെടുന്നു. ജലത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ചന്ദ്രൻ വെള്ളം കലങ്ങലാണെങ്കിൽ കലങ്ങിക്കാണും, ശുദ്ധജലമാണെങ്കിൽ തെളിഞ്ഞു കാണും. ഇതുപോലെയാണ് ചിത്തവൃത്തികളിൽ പ്രകാശിക്കുന്ന ബ്രഹ്മസ്വരൂപവും. ചില സ്ഥലത്ത് കലങ്ങിയും മറ്റു ചിലയിടത്ത് തെളിഞ്ഞും കാണും. ഘോരമൂഢവൃത്തികൾ കലുഷങ്ങളാണ്. അവിടെ പ്രതിബിംബിക്കുന്ന ആത്മസ്വരൂപവും അതുകൊണ്ട് അങ്ങനെ കലുഷമായിത്തീരുന്നു. അതിനാൽ ഇവിടെ ആത്മാവിൻ്റെ ആനന്ദാംശം തിരോഹിതമാകുന്നു. അല്പമായ നൈർമല്യമുള്ളതുകൊണ്ട് ജ്ഞാനം പ്രകാശിക്കാനും ഇടവരുന്നു. ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം ഉപാധിയിലേക്ക് പകരുമ്പോൾ
മങ്ങലോ തെളിവോ ആകാം. പക്ഷേ അംശങ്ങൾ വിട്ടുപോകുന്നത് എങ്ങനെ? പറയാം. നിർമ്മല ജലത്തിൽ അഗ്നിസ്വരൂപം പകരുന്നത് കണ്ടിട്ടില്ലേ? ചൂട് മാത്രമല്ലേ പകരുന്നുള്ളൂ. വെള്ളത്തിന് അഗ്നിയുടെ പ്രകാശം പകർന്നെടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഘോരമൂഢവൃത്തികൾക്ക് ആത്മാവിൻ്റെ ജ്ഞാനം മാത്രമേ പകർന്നെടുക്കാൻ കഴിയുന്നുള്ളൂ. ആനന്ദം പകർന്നെടുക്കാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് ഉണങ്ങിയ വിറക് അഗ്നിയുടെ വെളിച്ചവും ചൂടും ഒരുപോലെ തന്നിലേക്ക് പകർന്നെടുക്കുന്നു. അതുപോലെ ശാന്തമായ ചിത്തവൃത്തി ആനന്ദവും ജ്ഞാനവും ആത്മാവിൽ നിന്നും സ്വീകരിക്കുന്നു. വസ്തു സ്വഭാവമനുസരിച്ച് രണ്ടും തുല്യമാണ്. പക്ഷേ അനുഭവമനുസരിച്ചാണ് ചിത്തവൃത്തികളിൽ അവയെ നിയമനം ചെയ്യുന്നത്. ഘോര മൂഢവൃത്തികളിൽ സുഖാനുഭവം കാണുന്നില്ല. ശാന്തവൃത്തികളിൽ തന്നെയും ചിലയിടത്ത് ചിലപ്പോൾ ആനന്ദ അതിശയം കാണാം. വിഷയ സുഖ അനുഭവ രഹസ്യം. ഒരാൾക്ക് ഭവനധനാദികൾ സമ്പാദിക്കാൻ അതിയായ ആഗ്രഹം നിലനിൽക്കുന്നുവെന്നിരിക്കട്ടെ. ആഗ്രഹത്തിനനുസരിച്ച് പ്രവൃത്തിയും. ഈ ആഗ്രഹം രാജസമായതുകൊണ്ട് ഘോരവൃത്തിയിൽപ്പെടുന്നു. രാജസമായ ഘോരവൃത്തി നിലനിൽക്കുമ്പോഴും തദനുസരണം ചലിക്കുമ്പോഴും സുഖാനുഭവം ഉണ്ടായിരിക്കുന്നില്ല. കാര്യം സാധ്യമാകുമോ ഇല്ലയോ എന്ന സന്ദേഹം ഈ ഘട്ടത്തിൽ സദാ പിന്തുടരുന്നു. ഇത് ദുഃഖ കാരണമാണ്. വേണ്ടവണ്ണം കാര്യം നേടുന്നില്ലെന്ന് കണ്ടാൽ ദുഃഖം കൂടുകയായി. തടസ്സം നേരിടുന്നുവെന്ന് വന്നാൽ കോപമുണ്ടാകാൻ ഇടവരുന്നു. പ്രതികൂലമായി ആരെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവരോട് വിദ്വേഷമുണ്ടാകും. പ്രതികാരം ചെയ്യാൻ കഴിവില്ലെങ്കിൽ വിഷാദം തോന്നും. വിഷാദം തമോമയമായ മൂഢവൃത്തിയാണ്. കോപതാപാദികളിൽ വലിയ ദുഃഖമല്ലാതെ സുഖത്തിൻ്റെ ശങ്ക പോലും അവശേഷിക്കുന്നില്ല. ഇനി ആഗ്രഹം നേടിയെന്നിരിക്കട്ടെ. അതോടെ ചിത്തം ശാന്തതലത്തിലെത്തുന്നു. ബഹിർവൃത്തി ശമിച്ചു. വലിയ സുഖവും അനുഭവിക്കുന്നതായി തോന്നുന്നു. പദാർത്ഥലാഭം നേടി. ഭോഗം നടക്കുമ്പോൾ നല്ല സുഖം. ആഗ്രഹനിവൃത്തി കൈവരുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ അല്പസുഖം. വിഷയങ്ങളിൽ സ്വതസിദ്ധമായി വിരക്തി വന്നു കഴിഞ്ഞാൽ നിത്യമായ ഉത്തമസുഖം. വിദ്യാനന്ദ പ്രകരണത്തിൽ ഇത് വിവരിച്ചിട്ടുണ്ടല്ലോ. ക്ഷാന്തി, ഔദാര്യം തുടങ്ങിയ സത്വപ്രധാനങ്ങളായ ശാന്തവൃത്തികൾ അതിയായ സുഖം തരുന്നു. ദുഃഖകാരണങ്ങളായ ക്രോധലോഭങ്ങൾ ഇല്ലാതാകുന്നതാണ് ഈ സുഖലാഭത്തിന് കാരണം. ചിത്തവൃത്തിയെ സത്വപ്രധാനമായ ശാന്തതലത്തിലെത്തിച്ച് ആത്മപ്രീതി നേടുകയാണ് സകല ജീവിത ചലനങ്ങളുടെയും ലക്ഷ്യമെന്ന് നാം ആത്മാനന്ദ പ്രകരണത്തിൽ വിവരിച്ചിട്ടുണ്ടല്ലോ. ഒരു യോഗി ബാഹ്യപരിതസ്ഥിതികൾക്കൊക്കെ അതീതനായി അഭ്യാസം കൊണ്ട് സ്വന്തം ചിത്തവൃത്തിയെ സദാ ശാന്തതലത്തിൽ തന്നെ നിർത്തി നിത്യസുഖം അനുഭവിക്കുന്നു. ലൗകികന് ഇതിനുവേണ്ടി നിരന്തരം വിഷയങ്ങളുടെയും കൃത്രിമങ്ങളായ ഉപായങ്ങളുടെയും പിന്നാലെ പാഞ്ഞു നടക്കേണ്ടിയിരിക്കുന്നു. ലോകത്തുള്ള കലാരൂപങ്ങളെല്ലാം ഇതിനുള്ള കൃത്രിമ ഉപായങ്ങളാണ്. സങ്കല്പ ബഹുലത വിട്ട് മനസ്സ് ഏകാഗ്രപ്പെടുത്തിയാൽ ശാന്തതലത്തിലെത്തും. ഏകാഗ്രപ്പെടുന്ന മനസ്സ് ആത്മസുഖം അനുഭവിക്കും. ഇതാണ് നിയമം. നല്ലൊരു കവിതയോ കഥയോ വായിക്കുമ്പോഴും നാടകമോ സംഗീതമോ ആസ്വദിക്കുമ്പോഴും ചിത്തത്തിന് ഈ ഏകാഗ്രത കൈവരുന്നു. ചുരുക്കത്തിൽ നാടകവും പാട്ടും കൂത്തുമെല്ലാം ഏകാഗ്രത നേടുവാനുള്ള കൃത്രിമ ഉപായങ്ങൾ മാത്രം. ഉപായം മാറുമ്പോൾ ഉപേയവും തീർന്നു പോകുന്നത് കൊണ്ടാണ് കലാരൂപങ്ങൾ അകലുമ്പോൾ സുഖവും അതോടെ അസ്തമിക്കുന്നത്. കലാരൂപങ്ങളൊന്നും തന്നെ കട്ടിയായോ ദ്രവമായോ സുഖം ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ലെന്ന് സ്പഷ്ടമല്ലേ? കലാരൂപങ്ങളൊന്നും തന്നെ കട്ടിയായോ ദ്രവമായോ സുഖം ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ലെന്ന് സ്പഷ്ടമല്ലേ? മണ്ണിനടിയിലെ ശുദ്ധജലമെന്ന പോലെ
മനസ്സിനുള്ളിൽ ആത്മസുഖം നിത്യമായി തന്നെ ജ്വലിച്ചു നിൽക്കുന്നു. മണ്ണു മാറ്റുന്നത് വെള്ളത്തെ ഉണ്ടാക്കാനല്ല, ഉള്ള ജലത്തെ കണ്ടെത്താനാണ്. നിരവധി വിഷയസങ്കല്പങ്ങളാകുന്ന മണ്ണുകൊണ്ട് മൂടിക്കിടക്കുന്നതാണ് ചിത്തത്തിനുള്ളിലെ ആത്മാനന്ദ ജലം. ഈ മണ്ണൊന്നു മാറ്റി ഉള്ളിലുള്ള ആനന്ദജലത്തെ വ്യക്തീകരിച്ച് അനുഭവിക്കാനുള്ള കൃത്രിമ പ്രയത്നങ്ങളാണ് എല്ലാ കലാരൂപങ്ങളും. മനസ്സുകളുടെ പക്വതയനുസരിച്ച് കലാരൂപങ്ങൾ ഈ പ്രക്രിയ യഥോചിതം നിർവഹിക്കുന്നു. ഭാരതീയരായ രസനിരൂപകന്മാരുടെ അഭിവ്യക്തിവാദവും മറ്റും ഈ ആത്മാനന്ദ രഹസ്യം ഉൾക്കൊള്ളുന്നവയാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാനന്ദ സഹോദരമെന്ന കലാജന്യമായ രസത്തെ അവർ വിശേഷിപ്പിക്കുന്നതും. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ ലൗകിക സുഖങ്ങളും ഏതെങ്കിലും ഒരു ഉപായം കൊണ്ട് ചിത്തവൃത്തിയെ ശാന്തതലത്തിലെത്തിച്ച് അനുഭവിക്കുന്ന ആത്മസുഖമാണെന്ന് ചിന്തകന്മാർക്ക് കാണാൻ പ്രയാസമില്ല. അന്തർമുഖമായി ശാന്തതലത്തിലെത്തുന്ന ചിത്തവൃത്തിയിൽ ബ്രഹ്മസുഖം നിർവിഘ്നം പ്രതിബിംബിക്കുന്നു. ഇത് അചഞ്ചലമായ നിയമമാണ്. ബ്രഹ്മസ്വരൂപം പ്രപഞ്ചഘടകങ്ങളിൽ. ബ്രഹ്മസ്വരൂപത്തിൽ മായാനിർമ്മിതമാണല്ലോ പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ചഘടകങ്ങളിൽ ബ്രഹ്മസ്വരൂപവും മായാസ്വരൂപവും ഇടകലർന്നുണ്ടാകുമെന്ന് സിദ്ധം. സത്ത, ജ്ഞാനം, ആനന്ദം ഇവയാണ് ബ്രഹ്മസ്വരൂപങ്ങൾ. ഇവയ്ക്കു നേരെ വിപരീതങ്ങളായ അസത്ത, ജാഡ്യം, ദുഃഖം എന്നിവയാണ് മായാസ്വരൂപങ്ങൾ. അതിസൂക്ഷ്മങ്ങളായ മനോവൃത്തികൾ മുതൽ അതിസ്ഥൂലമായ പൃഥ്വി വരെയുള്ള എല്ലാ പ്രപഞ്ചഘടകങ്ങളും ഇങ്ങനെ ബ്രഹ്മമായാ സങ്കലനങ്ങളാണ്. സൃഷ്ടി സൂക്ഷ്മമണ്ഡലത്തിൽ നിന്നും സ്ഥൂലമണ്ഡലങ്ങളിലേക്ക് കടക്കുന്തോറും ബ്രഹ്മഗുണങ്ങൾ കുറഞ്ഞ് മായാഗുണങ്ങൾ കൂടി വരും. ബ്രഹ്മസ്വരൂപങ്ങളായ സച്ചിദാനന്ദങ്ങളെ സൃഷ്ടിഘടകങ്ങളിൽ മായ ഇങ്ങനെ വേർതിരിച്ചു കാണിക്കുന്നതിലാണ് മായയുടെ കഴിവ്. മായ ബ്രഹ്മസ്വരൂപങ്ങളായ സച്ചിദാനന്ദങ്ങളോട് അസത്താജാഡ്യ ദുഃഖങ്ങളെ ഇടകലർത്തിയാണ് ഈ വേർതിരിവുണ്ടാക്കുന്നത്. സൃഷ്ടിയുടെ അത്യന്തം സ്ഥൂലരൂപങ്ങളിൽ എത്തിച്ചേരുമ്പോൾ മായ ബ്രഹ്മസ്വരൂപങ്ങളായ ജ്ഞാനാനന്ദങ്ങളെ പൂർണ്ണമായും മറയ്ക്കുന്നു. അതുകൊണ്ട് മണ്ണ്, കല്ല് തുടങ്ങിയവയൊക്കെ ബ്രഹ്മഗുണമായ സത്ത മാത്രമേ കാണുന്നുള്ളൂ. ജ്ഞാനവും ആനന്ദവും പൂർണ്ണമായും അവിടെ തിരോഭവിച്ചു. ജഡമായ സ്ഥൂലവസ്തുവിനെ അപേക്ഷിച്ച് നിർമ്മലങ്ങളാണ് ഘോരമൂഢ ചിത്തവൃത്തികൾ. അതുകൊണ്ട് അവയിൽ ബ്രഹ്മസ്വരൂപങ്ങൾ രണ്ടെണ്ണം പ്രതിഫലിക്കുന്നു: സത്തയും ജ്ഞാനവും. ആനന്ദാംശം മാത്രം മായാഗുണമായ ദുഃഖാംശത്തിൽ തിരോഹിതവുമായി കൂടുതൽ സുസൂക്ഷ്മവും അതുകൊണ്ട് തന്നെ പവിത്രവുമായ ചിത്തത്തിൻ്റെ ശാന്തവൃത്തിയിലെത്തുന്നതോടുകൂടി ബ്രഹ്മസ്വരൂപങ്ങളെല്ലാം അതിൽ പ്രതിഫലിക്കുന്നു. സച്ചിദാനന്ദങ്ങൾ അതുകൊണ്ട് അവിടെ പ്രതിഫലിക്കുന്നു. പക്ഷേ ഇവിടെയും മായാനിർമ്മിതമായ സൂക്ഷ്മബുദ്ധിയിൽ പ്രതിബിംബിക്കുന്നവ മാത്രമാണ് സച്ചിദാനന്ദങ്ങൾ. സൂക്ഷ്മമായ ആ ആശ്രയവും അകന്നാൽ മാത്രമേ ബിംബരൂപമായ പൂർണ്ണസത്യം തെളിയുകയുള്ളൂ. മായാസ്വരൂപം പ്രപഞ്ചഘടകങ്ങളിൽ. ബ്രഹ്മസ്വരൂപം എന്ന പോലെ മായാസ്വരൂപവും പ്രപഞ്ചഘടകങ്ങളിൽ കാണാം. അസത്ത, ജാഡ്യ ദുഃഖങ്ങളാണ് മായാസ്വരൂപങ്ങളെന്ന് മുൻപ് പറഞ്ഞുവല്ലോ. അസത്ത എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ ഇല്ലായ്മയാണ്. മനുഷ്യക്കൊമ്പ്, ആകാശകുസുമം മുതലായവയിൽ ഈ അസത്ത കാണാം. കൊമ്പും കുസുമവും മറ്റു പല സ്ഥലത്തും നാം കാണുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ കൊമ്പും ആകാശത്തിലെ കുസുമവും ഒരിടത്തും കാണാനേയില്ല. ജാഡ്യം എന്ന മായാഗുണം മണ്ണിലും കല്ലിലുമൊക്കെ കാണാനുണ്ട്. ഘോരങ്ങളും മൂഢങ്ങളുമായ ചിത്തവൃത്തികളിൽ മായയുടെ ദുഃഖസ്വരൂപവും വ്യക്തമായി പ്രകാശിക്കുന്നു. ഇങ്ങനെ പ്രപഞ്ച സൃഷ്ടികളിൽ മായാസ്വരൂപവും വളർന്ന് വികസിച്ചിരിക്കുന്നത് കാണാം. ശാന്താദി ചിത്തവൃത്തികളിൽപ്പെട്ട് മായയുമായി ഇടകലരുന്നതുകൊണ്ടാണ് സൃഷ്ടിഘടകങ്ങളിൽ പെട്ടു നിൽക്കുന്ന ബ്രഹ്മചൈതന്യം മിശ്രമായി കണക്കാക്കപ്പെടുന്നത്. സുവർണം, മണ്ണ് തുടങ്ങിയ മലിന വസ്തുക്കളുമായി ചേർന്ന് കിടക്കുന്നത് പോലെ
ധ്യാനിക്കേണ്ട ബ്രഹ്മസ്വരൂപം. വസ്തുത ഇങ്ങനെയൊക്കെ ആയിരിക്കെ ബ്രഹ്മസ്വരൂപം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നവർ അസത്താസ്വരൂപങ്ങളായ നരശൃംഗാദികളെ പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതാണ്. പൂർണ്ണമായ ഇല്ലായ്മ മായയുടെ മാത്രം സ്വരൂപമാണ്. ഉന്മയുടെ അല്പമെങ്കിലും ഉള്ളിടത്തെ ബ്രഹ്മസ്വരൂപത്തിന് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് നരശൃംഗാദിയെ വിട്ടിട്ട് മിശ്രബ്രഹ്മത്തിൽപ്പെട്ട മറ്റേതിനെയും യഥാചിതം ഈശ്വരസ്വരൂപമായി ധ്യാനിക്കാവുന്നതാണ്. കല്ലിലും തടിയിലുമൊക്കെ നാമരൂപങ്ങളെ ഉപേക്ഷിച്ചിട്ട് സത്തയെ മാത്രം ധ്യാനിക്കാൻ ശ്രമിക്കണം. ഘോരങ്ങളും മൂഢങ്ങളുമായ ചിത്തവൃത്തികളിൽ ദുഃഖത്തെ പുറന്തള്ളി സത്താജ്ഞാനങ്ങളെ കാണാൻ യത്നിക്കണം. ചിത്തത്തിൻ്റെ ശാന്തവൃത്തികളിലാകട്ടെ ബ്രഹ്മസ്വരൂപമായ സച്ചിദാനന്ദത്തെ ഒരുമിച്ചു കാണണം. കനിഷ്ഠം, മധ്യമം, ഉത്കൃഷ്ടം എന്നിങ്ങനെ ഈ ത്രിവിധ ധ്യാനങ്ങൾക്ക് നമുക്ക് പേരിടാം. നിർഗുണധ്യാനം പരിശീലിക്കാൻ കഴിവില്ലാത്ത മന്ദപ്രജ്ഞർ ലോകവ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോഴും ബ്രഹ്മസ്വരൂപം ധ്യാനിച്ചുകൊള്ളട്ടെ എന്ന് കരുതിയാണ് വിഷയാനന്ദം ഇങ്ങനെ വിവരിച്ചത്. വിഷയലോലനായി കഴിയുന്ന ഒരാൾക്ക് പോലും മേൽ വിവരിച്ച തരത്തിലുള്ള മിശ്രബ്രഹ്മചിന്തനം പരിശീലിക്കുകയാണെങ്കിൽ അചിരേണ സത്യസാമീപ്യം ലഭിക്കുന്നതാണ്. ബാഹ്യപദാർത്ഥങ്ങളിൽ ആനുകൂല്യമോ പ്രാതികൂല്യമോ കൂടാതെ ചിത്തവൃത്തികളെയെല്ലാം പുറന്തള്ളിക്കൊണ്ടുള്ള ഉത്തമോത്തമമായ ബ്രഹ്മധ്യാനം വിദ്യാനന്ദ വിവരണത്തിൽ നാം നൽകി കഴിഞ്ഞു. ഇപ്പോൾ പറഞ്ഞ 3 തരം ധ്യാനങ്ങളും മുൻ പറഞ്ഞ നിർഗുണധ്യാനവും ചേർത്ത് അങ്ങനെ 4 തരം ബ്രഹ്മധ്യാനം ശീലിക്കാവുന്നതാണ്. വിദ്യാനന്ദത്തെ തരുന്ന നിർഗുണധ്യാനം വെറുമൊരു ധ്യാനഭേദമായി കണക്കാക്കാൻ തന്നെ പാടില്ല. ജ്ഞാനയോഗങ്ങളിൽ കൂടി അത് സാക്ഷാത് ബ്രഹ്മവിദ്യയായി തന്നെ കരുതപ്പെടേണ്ടതാണ്. നിർഗുണധ്യാനം കൊണ്ട് ചിത്തം ഏകാഗ്രത കൈവരിച്ചാൽ ബ്രഹ്മവിദ്യ സ്ഥിരരൂപം പ്രാപിക്കും. വിദ്യ മൂഢഭൂമിയിലെത്തിയാൽ, വിദ്യ ദൃഢഭൂമിയിലെത്തിയാൽ അഖണ്ഡൈക രസമായ സച്ചിദാനന്ദം പ്രകാശിക്കും. ഭേദമൊന്നും ഉണ്ടായിരിക്കുകയില്ല. ഭേദമുണ്ടാകുന്ന ഉപാധികൾ ഇല്ലെങ്കിൽ പിന്നെ ഭേദത്തിന് എന്താണ് പ്രസക്തി? ശാന്തഘോര മൂഢങ്ങളായ ചിത്തവൃത്തികളും ശിലാദിയുമാണല്ലോ ഉപാധികൾ. ജ്ഞാനയോഗങ്ങൾ ഈ ഉപാധികളെ അപാകരിക്കുന്നു. ഉപാധിരഹിതമായ ബ്രഹ്മതത്വം സ്വയം പ്രഭമായി വിലസുന്നു. ഈ അദ്വൈത സത്തയിൽ ത്രിപുടി ഒടുങ്ങുന്നു. ഭൂമാനന്ദം അനാവൃതമാവുകയും ചെയ്യുന്നു. ബ്രഹ്മാനന്ദമെന്ന ഗ്രന്ഥഭാഗത്തിലെ 5-ാം അധ്യായമാണിത്. ഈ വിഷയാനന്ദ വിവരണം ഗ്രഹിച്ച് അതുവഴി ബ്രഹ്മാനന്ദത്തെ അന്വേഷിക്കേണ്ടതാണ്. പ്രിയാത് ഹരിർഹരോനേന ബ്രഹ്മാനന്ദേന സർവദാ പായാച്ച പ്രാണിനഃ സർവാൻ സ്വാശ്രിതാൻ ശുദ്ധമാനസാൻ. ബ്രഹ്മാനന്ദം വഴിയായി ഹരിയും ഹരനും സദാ പ്രീതരാകട്ടെ. ശരണാഗതന്മാരും ശുദ്ധമാനസന്മാരുമായ സകല പ്രാണികളെയും കരുണാവർഷം പൊഴിച്ച് അനുഗ്രഹിക്കട്ടെ. പഞ്ചദശി 15 അധ്യായങ്ങളുടെയും ഓഡിയോ ബുക്ക് ഇവിടെ അവസാനിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരി ഓം.